വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇറച്ചിയും പത്തിരിയും. നല്ല നൈസ് പത്തിരിയും ബീഫ് കറിയും ബെസ്റ്റ് കോംബോ ആണ്. വളരെ സിമ്പിൾ മേക്കിംഗ് ആണ്. ബീഫ് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തിക്ക് ഗ്രേവി ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച ബീഫിലേക്ക് മസാലകളെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതിങ്ങനെ തിക്കായി വരുമ്പോഴാണ് ആ ഗ്രേവിക്കും അതേപോലെ ഇത് കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവുന്നത്, നല്ല ടേസ്റ്റ് ആവുന്നത്. ഇതിലേക്ക് ഇനി നൈസ് പത്തിരി ഉണ്ടാക്കണം. അജ്മിയുടെ പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ നൈസ് പത്തിരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെന്നാണ് വൈഫ് പറയാറുള്ളത്. തിളപ്പിച്ച വെള്ളത്തിലേക്ക് അജ്മിയുടെ പത്തിരിപ്പൊടി ചേർത്ത് അത് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുത്ത് ഉരുളകളാക്കി പ്രസ്സിൽ പരത്തിയെടുത്ത് അത് ചുട്ടെടുക്കുക. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെമ്മീൻ ആദ്യം ഒന്ന് മസാല പുരട്ടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന് നല്ല ഒരു അടിപൊളി ഫിഷ് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, വളരെ സിമ്പിൾ മേക്കിംഗ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് സവാളയും തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. കുറച്ച് ഫിഷ് മസാലയും ചേർത്ത് നന്നായി നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ റോസ്റ്റും ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു അയക്കൂറ തവ ഫ്രൈയും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഐറ്റംസുകളൊക്കെ എല്ലാം ഇതവിടെ റെഡി ആയി കഴിഞ്ഞു. 2 പേരാണ് വരുന്നതെങ്കിലും നമ്മളൊരു 5 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. അത് അവരെ കൊണ്ട് കഴിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം.